ഹലോ, ഓറിയൻ ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ലോട്ടസ് പോണ്ട് അല്ലെങ്കിൽ ഒരു ഫിഷ് ടാങ്ക് വീട്ടിൽ സെറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടത് ഒരു ലോട്ടസ് പോണ്ടാണ്. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ പല സൈസിലും പല റേറ്റിലും അവൈലബിൾ ആണ്. ഇത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 500 റുപ്പീസിൻ്റെ ഒരു ചെറിയ ലോട്ടസ് പോണ്ടാണ്. ഇപ്പോൾ ഇത് നമുക്ക് അങ്ങനെ തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ അതിനോടൊപ്പം ഒരു ചെടികൾ വെക്കാനുള്ളൊരു പാർട്ടീഷൻ കൂടി ക്രിയേറ്റ് ചെയ്ത് ലോട്ടസ് വെച്ച് ഫിഷിനെയൊക്കെ ഇട്ട് കുറച്ചുകൂടി ഭംഗിയാക്കാം എന്നാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഉരുളൻ കല്ലുകൾ യൂസ് ചെയ്യാം. അതാണ് കുറച്ചും കൂടി ഭംഗി. അപ്പോൾ അങ്ങനത്തെ കല്ലുകൾ നമ്മളിങ്ങനെ എത്രയാണോ പാർട്ടീഷൻ കൊടുക്കേണ്ടത് അത്ര ഭാഗത്ത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക, വരിയായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സിമെൻറ്റ് ഇട്ട് കൊടുക്കുക. ഇടയിൽ സിമെൻറ്റ് ഫില്ല് ചെയ്തിട്ട് ഓട്ടയൊക്കെ അടിക്കുക. അങ്ങനെ പല ലെയറുകളായിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാർട്ടീഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ ഏരിയയിൽ കോക്കോപിറ്റ് നിറച്ച് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ടാണ്, ചെടികൾക്കുള്ളൊരു ബേസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് നമുക്ക് കുഞ്ഞു കുഞ്ഞു ചെടികൾ യൂസ് ചെയ്യാം. വലുതാവുന്ന ചെടികൾ നമുക്കിത് ഉപയോഗിക്കരുത്. കുഞ്ഞു കുഞ്ഞു ചെടികൾ, ഇപ്പോൾ ഫേണോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു ചെടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനത്തെ ചെടികൾ നമുക്കിതിന് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ മതിലിലൊക്കെ ഉണ്ടാകുന്ന ഒരു പച്ച പായലില്ലേ, അതുകൊണ്ട് അതിൻ്റെ മുകളൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പായിട്ട് അങ്ങനെ ഭംഗിയിൽ നിൽക്കും. അപ്പോൾ അതൊരു ഐഡിയ ആണ്. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് വളരെ സെറ്റാക്കിയിട്ട് വയ്ക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി നമുക്ക് നമ്മുടെ ലോട്ടസ് പ്ലാന്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അധികം മണ്ണും ചെളിയും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ വെള്ളം നിറയ്ക്കുമ്പോൾ പെട്ടെന്ന് ചെളി കയറി വരും. അപ്പോൾ മണലോ അതേപോലെ തന്നെ മണലും മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ വളപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് എടുത്താൽ മതി ഒരു ബേസിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ നമ്മൾ ലോട്ടസ് വെച്ച് കൊടുക്കുക, പ്ലാന്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും ഉരുളക്കല്ലും പേബിൾസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഭംഗിയാക്കി കൊടുക്കാം. എന്നിട്ട് വെള്ളം നിറച്ചതിന് ശേഷം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ചെളി വല്ലാണ്ട് മണ്ണും ചെളിയൊന്നും പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ മുകളിൽ പേബിൾസും അതുപോലെ ഉരുളക്കല്ലുകളൊക്കെ വെക്കുന്നത്. പിന്നെ ഇതുപോലെ ഫിഷിനെ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതൊരു ലോട്ടസ് പോണ്ട് കം ഫിഷ് ടാങ്ക് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.